2020 എൻഡിയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പാർട്ടി വിടുന്നു. വടുവക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജീൽ മാവേലിൽ, മഴുവന്നൂർ പഞ്ചായത്ത് മുൻ കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. കോൺഗ്രസ് പ്രവേശനത്തിന് മുന്നോടിയായി 3 പേരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാബു എം ജേക്കബിനെ രൂക്ഷമായി വിമർശിച്ചു. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. 2020 BJP ബന്ധം ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ചകൾക്കോ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ കൂട്ടമായിട്ടാണ് അവർ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവരും വരും ദിവസങ്ങളിൽ വരും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല, തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചെന്നെല്ലാം അറിയിക്കുകയുണ്ടായി. അതെ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത് തന്നെ ഇതിപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ 2020 അവർ കാണുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡ് അതിന് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്ര അത്രയായിട്ട് ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.